സ്പെയിനിന്റെ സതേൺ മോസ്റ്റ് പാർട്ടിലെ ഒരു ഓട്ടോണമസ് റീജിയൻ ആണ് ആൻഡലൂസിയ. അപ്പം ഈ ആൻഡലൂസിയയുടെ ക്യാപിറ്റലായ സെവിയയിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഈ ആൻഡലൂസിയ റീജിയന് സ്പെയിനിന്റെ ഹിസ്റ്ററിയിൽ വളരെയധികം സ്ഥാനമുണ്ട്. കാരണം ക്രിസ്റ്റഫർ കൊളംബസ് പണ്ട് അമേരിക്കയിലേക്ക് സെയിൽ ചെയ്ത് പോയപ്പോൾ ഈ അമേരിക്കയും സ്പെയിനും കൂടിയുള്ള ട്രേഡുകളൊക്കെ നടന്നിരുന്ന ഈ സെവിയ പോർട്ടിൽ കൂടിയായിരുന്നു. ഞങ്ങളിന്ന് മാഡ്രിഡിൽ നിന്ന് ട്രെയിനിലാണ് സെവിയയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ മാഡ്രിഡിലെ തന്നെ മാത്രമല്ല യൂറോപ്പിലെയും ബിഗ്ഗസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷനായ അട്ടോച്ച റെയിൽവേ സ്റ്റേഷനാണ് മാഡ്രിഡിലെ. അപ്പോൾ അവിടെ നിന്നാണ് ഇന്ന് ഞങ്ങളുടെ ട്രെയിൻ ഉള്ളത്. ശരിക്കും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വളരെ വലുതാണ്. 25ഓളം പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒരു എയർപോർട്ടിൻ്റെ പോലത്തെ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഈ സ്റ്റേഷൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1851 ഇത് ഉണ്ടാക്കിയത്. പിന്നെ അതിനുശേഷം ഒരു 1890 90s ഒരു വലിയ ഫയർ വന്നിട്ട് ഇത് ഭയങ്കരമായിട്ട് ഡിസ്ട്രോയിഡ് ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് അതിനെ റീകൺസ്ട്രക്ട് ചെയ്തു. അതിനുശേഷം 20th സെഞ്ച്വറിയിൽ ഹൈ സ്പീഡ് ട്രെയിൻസ് ഒക്കെ വന്നു. അപ്പോൾ ഇവർ കുറച്ചും കൂടി മോഡേണൈസ് ആക്കി പഴയ ആ ഒരു സ്റ്റേഷൻ അതേപോലെ നിർത്തിയിട്ട് പുതിയതായിട്ട് അവർ റീകൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ പഴയ സ്റ്റേഷൻ അവരൊരു ട്രോപ്പിക്കൽ ഇൻഡോർ ഗാർഡൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം 2004 മാർച്ച് 11 വളരെ ഒരു ട്രാജിക് ഇൻസിഡൻറ്റും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അത് സ്റ്റേഷനിലല്ല, പക്ഷേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ പിന്നെ അതേപോലെ ചെറിയ സ്റ്റേഷനുകളിലുമായിട്ട് 10 ബോംബ് എക്സ്പ്ലോഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിൽ ഒരു 200ഓളം ആളുകൾ മരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് മരിച്ചവർക്ക് വേണ്ടിയിട്ടൊരു മെമ്മോറിയലും ഈ സ്റ്റേഷനിൽ തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രയും സെവിയയിൽ എത്തിയിട്ടുള്ള ചെറിയ വിശേഷങ്ങൾ ഇന്ന് കാണാം. ട്രെയിനിൻ്റെ അകത്തൊക്കെ വളരെ നീറ്റാണ്, നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണത്. ഏകദേശം ഒരു 2.5-3 മണിക്കൂർ കൊണ്ട് നമുക്ക് സെവിയയിൽ എത്താൻ പറ്റി. ഈ സ്റ്റേഷനും വളരെ വലുതാണ്, പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞങ്ങൾ വേഗം പുറത്തിറങ്ങാനൊക്കെ പറ്റി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എയർബിഎൻബിയിൽ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് ഞങ്ങളുടെ താമസിച്ചിരുന്ന എയർബിഎൻബി. വളരെ ചെറിയൊരു വീടാണ്, പക്ഷെ എന്നാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം കോമ്പാക്റ്റ് ആയിട്ട് അതിനകത്തുണ്ട്. വളരെ നല്ലൊരു അക്കോമഡേഷനും ആയിരുന്നു, എല്ലാം അടുത്തുമായിരുന്നു. അതാണ് ഏറ്റവും വലിയ, നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. ഒരു ലോക്കൽ ട്രാൻസ്പോർട്ട് പോലും പിടിക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് അടുത്തായിരുന്നു എല്ലാം. ഞങ്ങൾ ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാത്തലിക് ചേർച്ചാണ്, ബസിലിക്ക ഡെ ലാ മെക്രീന. ഞങ്ങൾ ആ ചേർച്ചിലേക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ വളരെ മോഡേൺ ആയിട്ടുള്ളൊരു സിവിയ സിറ്റിയും കണ്ടു. ലെഫ്റ്റ് സൈഡിൽ ഒരു കോട്ടയുടെ മതിൽ പോലെ കുറേ ദൂരത്തേക്ക് ഞങ്ങൾ കണ്ടു. ഇത് വളരെ പഴയ ഒരു മിഡീവിയൽ വാളാണ്. 12th സെഞ്ച്വറിയിൽ അൽമോഹ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു മുസ്ലിം റൂളേഴ്സ് ആയിരുന്നു. അവർ സിവിയ പട്ടണത്തിനെ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു 7 കിലോമീറ്റർ ഈ സിറ്റിയുടെ റൗണ്ടായിട്ട് ഇതുപോലെ വാള് പണിതു. അന്ന് ഈ വാളിൽ 150ഓളം ടവറുകളും അതേപോലെ ധാരാളം ഗേറ്റുകളും ഉണ്ടായിരുന്നു. പിന്നീട് 19th സെഞ്ച്വറിയിൽ സിവിയ സിറ്റി എക്സ്പാൻഡ് ചെയ്തപ്പോഴത്തേക്കും കുറേ ഭാഗങ്ങളൊക്കെ അവർ ഡിമോളിഷ് ചെയ്തു. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗേറ്റാണ് ആർച്ച് ഡി ലാ മെക്രീന. ഇതാണ് ആ ഗേറ്റും ബസിലിക്കയും അടുത്തടുത്താണ് രണ്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ ആർച്ചിൻ്റെ അകത്ത് കൂടി കയറിയിട്ട് ആ ബസിലിക്കയുടെ ഇടയ്ക്ക് പോവുകയാണ്. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് അറിയില്ല, പക്ഷേ ഇത് രണ്ടും ഇവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്സ് ആണ്. നിയോ ബാരോക്ക് സ്റ്റൈലിലുള്ള ഈ ചേർച്ച് യെല്ലോ ആൻഡ് വൈറ്റ് കളറിലാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് ആൻഡലൂസിയയുടെ ഒരു ട്രഡീഷനുമാണ്. ഈ ബസിലിക്ക വളരെയധികം റിലീജിയസ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബസിലിക്കയാണ്. കാരണം 17th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു വെർജിൻ മേരിയുടെ വുഡൻ സ്റ്റാച്യു ആണ് ഇവിടെ അവരുടെ മെയിനായിട്ട് ആൽത്താരയിൽ വെച്ചിരിക്കുന്നത്. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഓറ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റാച്യു തന്നെയാണ്, അതിലൊരു സംശയമില്ല. സ്പെയിനിലെ ഏറ്റവും വലിയ ഒരു റിലീജിയസ് ഫംഗ്ഷനായ സമാന സാന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോളി വീക്ക് എന്ന് പറയുന്നത് ഈസ്റ്ററിൻ്റെ സമയത്താണ്. അത് സ്പെയിനിൻ്റെ വേറെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെയാണ്. ഈസ്റ്ററിൻ്റെ മുമ്പുള്ള 1 വീക്ക് ഇവർ പ്രൊസഷനൊക്കെ ആയിട്ടാണ് അത് ആഘോഷിക്കുക. ഓരോ ദിവസവും ഓരോ ഏരിയയിലേക്ക് ആ പ്രൊസഷനുകൾ പോകുന്നത്.
അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന പ്രൊസഷനിൽ ഒരു ദിവസം ഇവിടുത്തെ വെർജിൻ മേരിയുടെ സ്റ്റാച്യു ആണ് കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ നാട്ടിലും ഇതേപോലെയൊക്കെ തന്നെയാണല്ലോ കൺസെപ്റ്റ്. ഹിന്ദുസ് ആണെങ്കിൽ ഒന്നും അല്ലെങ്കിൽ തേര്, അല്ലാന്നുണ്ടെങ്കിൽ ആനയുടെ പുറത്ത് എഴുന്നള്ളിച്ച് വരിക. ക്രിസ്ത്യൻസിനും അതുപോലെ ഇങ്ങനെ ഓരോ ഈസ്റ്ററിന്റെ സമയത്തും ഒക്കെ പ്രൊസഷൻസ് കണ്ടിട്ടുണ്ട്. മുസ്ലിംസിനും അതേപോലെ ചില ഫംഗ്ഷൻസിനൊക്കെ കണ്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവരൊരു പല്ലക്ക് പോലൊരു സാധനം നല്ല ഡെക്കറേറ്റീവ് ആയിട്ട് ഒരു സാധനം അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊസഷന്റെ സമയത്ത് ഈ വുഡൻ വെർജിൻ മേരിയുടെ വുഡൻ സ്റ്റാച്യു ഇതിൽ വെക്കും. എന്നിട്ട് അവരിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു ഡെക്കറേഷൻ കാണാൻ തന്നെ നമുക്ക് ശരിക്കും അത്ഭുതമാവും. അത്ഭുതം മാത്രമല്ല, അതിശയവും ആവും. അത്രയ്ക്ക് ഡെക്കറേറ്റീവ് ആയിട്ടാണ് സിൽവറും ഗോൾഡും കാൻഡിൽസും ഒക്കെ കൊണ്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് ആ പല്ലക്ക്. ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ട് പോയതല്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ ബൈ ചാൻസ് നമുക്ക് എന്തോ ലക്കിലി നമുക്കത് കണ്ടു. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റി. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നത്. ഈ ബസലിക്ക അത്ര വലുതൊന്നുമല്ല, വളരെ ചെറുതാണ്. പക്ഷേ അവരുടെ ആ ഒരു റിലീജിയസ് ഇമ്പോർട്ടൻസ് ആണ് ഇതിന് ഏറ്റവും വലുത്. പിന്നെ സൈഡിലുള്ളത് ഒരു ചെറിയൊരു മ്യൂസിയം പോലെ അവർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയോ കുറേ ഓർണമെന്റ്സ്, അവരുടെ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഗതികൾ ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു മ്യൂസിയം പോലെ. ഇതാണ് വെർജിൻ മേരിയുടെ ആ സ്റ്റാച്യു. കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീർ തുള്ളികൾ വീണ് വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാവമാണ് അത്. യേശുക്രിസ്തുവിൻ്റെ സഫറിങ്ങും ആ ഒരു ക്രൂസിഫിക്കേഷനും ഒക്കെ കണ്ടിട്ടുള്ള പ്രയാസമാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അത് മാത്രമല്ല, ലവ്, കമ്പാഷൻ, സാക്രിഫൈസ്, ഹോപ്പ് എല്ലാം നമുക്ക് ആ എക്സ്പ്രഷനിൽ ഫീൽ ചെയ്യാം. ഈ ഒരു ആഘോഷത്തിൻ്റെ പാർട്ടാവുക എന്നോ അല്ലെങ്കിൽ അതിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ സാധിക്കുക, അത് കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്നൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി സിറ്റിയിലൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് കുറച്ചിങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ നോട്ടീസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ആ സൈഡിൽ ഫുട്പാത്തിലുള്ള തണൽ മരങ്ങളൊക്കെ എല്ലാം ഓറഞ്ചിൻ്റെ മരങ്ങളാണ്. ഓറഞ്ച് കാച്ചു നിൽക്കുന്നു. നല്ല പൂക്കളും നല്ല സ്മെല്ലും ഒക്കെയുള്ള ഓറഞ്ച് മരങ്ങളാണ് അവിടെ മുഴുവനുള്ളത്. അപ്പോൾ അത് കഴിക്കാൻ പറ്റുമോ, ഇനി എഡിബിൾ ആയിട്ടുള്ള ഓറഞ്ച് ആണോ എന്നൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ സംശയം തോന്നി. പിന്നീടാണ് മനസ്സിലായത് അത് കഴിക്കാൻ പറ്റും, പക്ഷെ അത് ഭയങ്കര പുളിയാണ്, മധുരമുള്ള ഓറഞ്ച് അല്ല. അപ്പോൾ അവരത് പ്രോസസ്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാന്ന്. അപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയ സമയം. അപ്പം ഞങ്ങൾ എവിടെയാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ. വെറുതെ ഇങ്ങനെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാമെന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നേരം നടന്നു നോക്കി. ഈ കോട്ട പോലെ മതിൽ കെട്ടിയിരിക്കുന്ന ചുറ്റും കുറേ ഞങ്ങൾ നടന്നു. അപ്പോൾ അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ലേക്ക് പോലെ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അവിടെ പോവാം. നോക്കിയപ്പോൾ അതൊരു പാർക്കാണ്. അപ്പോൾ കുറച്ച് ക്രോസ് ചെയ്ത് പോകണം, റോഡ് ക്രോസ് ചെയ്തിട്ട് ഞങ്ങളപ്പോൾ അങ്ങനെ ആ ലേക്കിൻ്റെ പാർക്ക് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോവാണിപ്പം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം, ഒരു ചെറിയ പാർക്കും ഈ റിവറിൻ്റെ സൈഡിൽ നടക്കാനുള്ള വഴിയുണ്ട്, സൈക്ലിങ്ങിനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് താഴെ ഇറങ്ങി പോയിട്ട് ആ റിവറിൻ്റെ അടുത്ത് കൂടിയൊക്കെ നടക്കാം. പക്ഷെ ഞങ്ങൾ മുകളിൽ നിന്ന് നോക്കിയേ ഉള്ളൂ. അപ്പോൾ ഈ റിവർ എനിക്ക് പേര് ശരിക്കും പറയാൻ അറിയില്ല, ഞാനിവിടെ എഴുതി കാണിക്കാം. ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ട്രിയാന നെയ്ബർഹുഡ്. അപ്പം ഈ സെവിയെന്ന് ട്രിയാന നെയ്ബർഹുഡിലേക്ക് പോകാനുള്ള പാലാണിത്. അതുപോലെ 3-4 പാലങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു പാലം വളരെ ഫേമസ് ആണ്. അത് ഞങ്ങൾ നാളെയോ മറ്റന്നാളോ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നമ്മൾ തിരിച്ച് ഞങ്ങളുടെ എയർബിഎൻബിയിലേക്ക് പോയി. അപ്പോൾ ഇനി ഇവിടുത്തെ സെവിയയിലെ വളരെ നല്ല വിശേഷങ്ങൾ കുറേ ഉണ്ട്. അതൊക്കെയായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവർക്കും ബൈ.